പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, പ്രിയമുള്ള സെലങ്ങാനായി വന്നിട്ടുള്ള ടീം അംഗങ്ങളെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ സ്കൂളിൽ ഇത്തരം ഒരു അബാക്കസുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു ആശങ്ക നമുക്കുണ്ട്. ഇപ്പം ഉദ്ദേശിക്കുന്നത് അബാക്കസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അറിയാം. അപ്പം ഗണിതവുമായി ബന്ധമുള്ള കണക്കിലെ കളികൾ, ഗെയിമുകൾ, കളികളെല്ലാം ചേർന്നുള്ള ഒരു സംഭവമാണ്. വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരു സംഭവമാണ്. അപ്പം നമുക്കിവിടെ ക്ലാസ് എടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത് IDS അബാക്കസിന്റെ മാനേജിംഗ് ഡയറക്ടറായ സോണിയ ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ടീമാണ്. നിങ്ങൾക്ക് വളരെ രസകരമായി എങ്ങനെയൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്നതിനെ കുറിച്ച് വിശദമായി ടീച്ചർ സംസാരിക്കും. അപ്പം എല്ലാവരും നന്നായി ആ ക്ലാസ്സിനോട് കോപ്പറേറ്റ് ചെയ്ത് വളരെയധികം ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഗുഡ് മോർണിംഗ് all of you. ബഹുമാനപ്പെട്ട ടീച്ചർ, സ്കൂളിലെ എല്ലാ അധ്യാപകരും, അതുപോലെ IDS അബാക്കസിന്റെ എന്റെ സഹപ്രവർത്തകർ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നതിനെ കുറിച്ച് ടീച്ചർ പറഞ്ഞു. എന്തിനാണ് നമ്മൾ ഇന്നിവിടെ ഈ ഒരു ഏകദിന ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത്? IDS അബാക്കസിന്റെ നേതൃത്വത്തില് നമ്മുടെ ഈ സ്കൂളില് ഇന്നൊരു ക്യാമ്പ് നമ്മൾ സംഘടിപ്പിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഗണിത വിഷയങ്ങൾ നിങ്ങളെ കൂടുതൽ ലളിതമായി അവതരിപ്പിക്കുന്നു. നിങ്ങൾക്ക് കണക്കുകൾ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? ഒരുപാട് ഇഷ്ടമാണോ? കള്ളം പറയുന്ന കുട്ടികളെ ഇഷ്ടമേ അല്ല, സത്യം മാത്രം പറയണം. ഇഷ്ടം ഉണ്ടെങ്കിൽ ഇഷ്ടം എന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഇവിടെ മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചർ ആരാ? ടീച്ചറിനെ ഇഷ്ടമാണോ? ആണ്. ഓക്കെ, ഗുഡ്. അപ്പോ പിന്നെ പുതിയ കുട്ടികളും ഉണ്ടല്ലേ, ന്യൂ സ്റ്റുഡൻസും ഉണ്ട് ഇവിടെ. വേറെ സ്കൂളിലൊക്കെ ഈ 5th അഡ്മിഷൻ എടുത്ത് വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഗണിത വിഷയങ്ങളോട്, മാത്സ് മാത്രമല്ല മാത്സുമായി കണക്ട് ചെയ്തിരിക്കുന്ന വിഷയങ്ങളോട് പോലും കൂടുതൽ താല്പര്യം ജനിപ്പിക്കുന്നതിന് വേണ്ടി, കൂടുതൽ ഇഷ്ടം ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു ക്യാമ്പ് നമ്മുടെ ഈ സ്കൂളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കുറെ പേര് ഇവിടെ കൊണ്ടുവരാമായിരുന്നു നിങ്ങൾക്ക്, ഇല്ലേ? എന്നെ കൊണ്ടുവരാതെ വെക്കേഷൻ ആയപ്പോഴേ കുറെ പേര് സ്വന്തക്കാരുടെ വീടുകളിൽ പോയ ആളാണ്. അപ്പൊ ഇവിടെ നമുക്കിവിടെ അബാക്കസ് എന്താണ്? അബാക്കസ്, ഇവിടെ അബാക്കസ് പഠിച്ചിട്ടുള്ള എത്ര കുട്ടികളുണ്ട്? ഒന്ന് വയ്യാനത്ത് വിളിച്ചു, വയ്യാനത്ത് വിളിച്ചു, വയ്യാനത്ത് ഞങ്ങൾ തന്നെയാണ് പഠിപ്പിച്ചത്. അപ്പൊ മോനെ ഏത് സ്കൂളാ? വയ്യാനം പഠിച്ചു. അപ്പൊ ഒരു 3-4 പേരാണ് ഇവിടെ അബാക്കസ് പഠിച്ചിട്ടുള്ളതായിട്ടുള്ളത്. ബാക്കി ആരും അബാക്കസ് കണ്ടിട്ടുമില്ല, പരിചയപ്പെട്ടിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല. കണ്ടിട്ടുണ്ട്. എപ്പോഴാ കണ്ടത്? ഇപ്പോഴാണോ? അനിയത്തി അബാക്ക എവിടെ? ഏത് സ്കൂളിൽ? വയ്യാന സ്കൂളിൽ. അപ്പൊ വയ്യാന സ്കൂളിൽ കഴിഞ്ഞ അക്കാഡമിക് ഇയറിലാണ് നമ്മൾ അബാക്കസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്കൂളിലും നമുക്ക് അബാക്കസ് അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുകയും നമുക്ക് തുടർന്ന് പഠിക്കുകയും ഒക്കെ ചെയ്യാം. വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഇവിടെ ഇപ്പൊ നമ്മൾ അതുമായിട്ടൊന്നും അല്ല വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കണക്കിനോടുള്ള ഇഷ്ടം കൂട്ടിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനാണോ ഇഷ്ടം, കളിക്കാനാണോ? അതെന്ത് സൗണ്ട് കുറവ്? പഠിക്കാനാണോ കളിക്കാനാണോ ഇഷ്ടം കൂടുതൽ? പഠിക്കാൻ. സത്യമാണോ? അപ്പൊ ഇനി വരുന്നുണ്ടോ? അപ്പൊ അത് കട്ട് ചെയ്യാതെ അവര് കളിക്കാനെന്നാ പറഞ്ഞേ, ഫ്രണ്ടിൽ ഇരുന്നവരെ പഠിക്കാൻ പറഞ്ഞു. ശരി, ഒന്നുകൂടി ചോദിക്കാം. നിങ്ങൾക്ക് കളിക്കാനാണോ പഠിക്കാനാണോ? കളിക്കാൻ ഇഷ്ടമുള്ളത് കൈവയ്ക്ക്, അല്ലെങ്കിൽ PTP നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. കളിക്കാൻ ഇഷ്ടമുള്ളവര് കൈവയ്ക്കുക. PT പീരീഡ് വേണ്ട എന്ന അഭിപ്രായമുള്ളവർ നല്ല കുട്ടികളാണല്ലോ ടീച്ചർ. ഓക്കെ, അപ്പൊ എന്തായിരുന്നാലും
കുറച്ച് പേർക്കെങ്കിലും കളിക്കാൻ താല്പര്യമുള്ളവരുണ്ട്. അതുകൊണ്ട് നമുക്ക് പഠിച്ചുകൊണ്ട് കളിച്ചാലോ, അല്ലെങ്കിൽ കളിച്ചുകൊണ്ട് പഠിച്ചാലോ? അപ്പൊ രണ്ടു കൂട്ടരുടെ ഇഷ്ടം നമുക്ക് ശരിയായി പോകൂലേ? ഓക്കെ, അപ്പൊ നമുക്ക് കളിച്ചുകൊണ്ട് പഠിക്കാം അല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് കളിക്കാം. അവിടെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്യാമ്പിന്റെ പ്രാധാന്യം. ഇവിടെ നമ്മൾ കുറെ ആക്ടിവിറ്റീസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഫിസിക്കൽ ആക്ടിവിറ്റി, ആക്ടിവിറ്റി ഒക്കെ ചെയ്യിപ്പിക്കും. നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക കേട്ടോ. എല്ലാ കുട്ടികളും ഈ ആക്ടിവിറ്റികളിലൊക്കെ ആക്റ്റീവായിട്ട് വരണം. എന്തിനാണ് അബാക്കസ് പഠിക്കുന്നതെന്ന് അറിയോ? എന്താണ് അബാക്കസ് എന്നറിയോ? എന്താണ് അബാക്കസ്? അബാക്കസ് എന്താണ്? മാത്സ് ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാൽക്കുലേറ്റിംഗ് ടൂൾ ആണ് അബാക്കസ് അല്ലെ. ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് പൗരാണിക കാലത്തെ നിലനിന്നിരുന്ന ഒരു കാൽക്കുലേറ്റിംഗ് ടൂൾ ആണ് അബാക്കസ് എന്ന് പറയുന്നത്. ഈ അബാക്കസിലൂടെ നമ്മൾ എന്തൊക്കെയാ പഠിക്കുന്നത് അറിയോ? ഗണിതത്തിലെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സ്ക്വയർ, ക്യൂബ് ഇങ്ങനെയുള്ള കുറച്ച് മാത്സിന്റെ മെത്തേഡുകളാണ് അബാക്കസിലൂടെ പഠിക്കുന്നത്. 1 ഡിജിറ്റ്, 2 ഡിജിറ്റ്, 3 ഡിജിറ്റ്, 4 ഡിജിറ്റ് അങ്ങനെ അങ്ങ് പോകും അല്ലെ. ഒരുപാട് പഠിക്കാൻ ഇതിലുണ്ട്, വിശാലമായിട്ട് പഠിക്കാനുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം ചെറിയൊരു പോർഷൻ, ചെറിയൊരു സെക്ഷൻ മാത്രമാണ് ഇവിടെ പഠിക്കുക. നമ്മൾ എഴുതാതെ എവിടെ ചെയ്യും? നമ്മുടെ മനസ്സിൽ ചെയ്യും, മൈൻഡിൽ വെച്ച് കാൽക്കുലേഷൻ ചെയ്യും. നിങ്ങൾ കാൽക്കുലേറ്റർ കണ്ടിട്ടുണ്ടോ? കാൽക്കുലേറ്റർ ഇഷ്ടമാണോ? എന്താ കാൽക്കുലേറ്ററിനോട് ഇത്ര ഇഷ്ടം വരാൻ കാര്യം? ഈസി ആയിട്ട് കൂട്ടാനും കുറിക്കാനും പറ്റും അല്ലേ? നമുക്ക് സ്റ്റെപ്പ് ഒന്നും എഴുതണ്ട, പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ഒക്കെ എത്ര ടഫായിട്ടുള്ളതിന്റെ ആൻസർ നമുക്ക് കയ്യിൽ വരും അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് കാൽക്കുലേറ്ററിനോട് ഇഷ്ടം. പക്ഷെ ഇവിടെ എല്ലാ സ്റ്റെപ്പുകളോടും കൂടി കാൽക്കുലേറ്ററിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കണക്ക് ചെയ്താലോ? ചെയ്താലോ? അടിപൊളിയായിരിക്കില്ലേ? അടിപൊളിയായിരിക്കില്ലേ? ഇവിടെ ഒരു 1 to 9 വരെയുള്ള നമ്പർ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകണം. നിങ്ങൾ വരുന്ന കുട്ടിയോ കൂട്ടാതെയോ കുറച്ചോ എങ്ങനെ വേണോ ആൻസർ പറയാം. നിങ്ങൾക്ക് എന്താ അറിയാം? മാത്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അറിയാൻ പറ്റുന്നത് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, add 5, add 2, again add 2, -2, again -2, -5, add 4, -3, -1. Answer? 0. ആൻസർ കുറച്ച് പഠിക്കുന്ന ആളാ. അവർക്ക് പഠിക്കാൻ ചുമ്മാ പഠിച്ചതാ. ഇപ്പോഴും 2 ദിവസം പഠിക്കുന്നില്ല. പറഞ്ഞേ മക്കളെ ആ വെറുതെ വെച്ചാൽ കൂട്ടി വെച്ചു പോകും. ഇതൊക്കെയാണ്. അപ്പൊ അബാക്കസ് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ജനിക്കുന്ന നിമിഷം മുതൽ നമ്മൾ ഗണിതത്തിലൂടെയാണ്. ആണോ? 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 ഭൂലോകത്തിന്റെ സ്പന്ദനം എവിടെയുള്ളത്? മാത്തമാറ്റിക്സില്. അപ്പൊ മാത്തമാറ്റിക്സിന്റെ സ്പന്ദനം ഞങ്ങൾ പറയാം ഐഡിയസ് അബാക്കസിലാണ് ചെയ്യുന്നത്. അങ്ങനെയൊന്നുമില്ല. ഐഡിയസ് അബാക്കസ് ഞങ്ങൾ മാക്സിമം കുട്ടികളിലേക്ക് ഈ ഒരു ഗണിതം ലളിതം എന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അതിന്റെ ഭാഗമാണ് ഈ ക്യാമ്പ്. അപ്പൊ ഇനി ഓരോ ടീച്ചേഴ്സ് ആയിട്ട് ഇവിടെ വന്ന് അവർ കുറെ ആക്ടിവിറ്റി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത നിങ്ങളെ മുന്നില് ആണ്. ഓക്കെ, റെഡിയല്ലേ? അപ്പൊ നല്ലൊരു പഠിച്ചത് കഴിക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് പടപെടാവുന്ന പുളി അടിക്കുമ്പോ കഴിക്കരുത്. ഞാൻ അടിക്കും, കഴിച്ചേ. ഇന്ന് കേൾക്കാനുള്ള സുഖം അപ്പൊ ഇത് നിങ്ങളുടെ പ്രോഗ്രാമിന്റെ പഠിക്കും. കേട്ടില്ല
ടീച്ചറിന്റെ പേര് ശരണ്യ എന്നാണ്. ഓക്കേ, ഇവിടെ 7ാം ക്ലാസ്സിലെ കുട്ടികളൊന്ന് കൈവക്കോ. ശരിയുള്ളൂ. ഇതാണ് ഏറ്റവും ചേച്ചി അവര് 7 സ്വയം പ്രഖ്യാപിച്ചത് 5ാം ക്ലാസ്സിലുള്ള കുട്ടികളൊന്ന് കൈവക്കോ. ഇപ്പൊ 5ലേക്ക് വന്ന കുട്ടികള്, പുതിയ കുട്ടികള്. ഓക്കെ, ഇത്രയും 5ാം ക്ലാസ്സിലേക്ക് വന്ന കുട്ടികളാണ്. മോന്റെ പേരെന്ന് പറയാൻ പോലെ മുഹമ്മദ് മുഹസിൻ. ഓക്കെ, മുഹസിൻ മുമ്പ് അബാക്കസ് മോനാണ് അതിന്റെ അല്ലേ? ഓക്കെ, നമ്മളെ ഇവിടെ ഇങ്ങനെ ഒരു ക്യാമ്പിന് വന്നു. ഇത്രയും കുട്ടികൾ വന്നിട്ടുണ്ട് അല്ലെ? ഒരുപാട് കുട്ടികൾ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? നമ്മൾ വന്നപ്പോ ഇച്ചിരി കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ഇവിടെ ക്ലാസ്സിലേക്ക് വന്നപ്പോ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന കാണാൻ നല്ല രസമാണ്. അതൊക്കെ ഇവിടെ വന്ന് നിന്ന് നമ്മുടെ ക്ലാസ് കാണണമെന്നുണ്ടോ? നിങ്ങളുടെ ക്ലാസ് എങ്ങനെയാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണണ്ടേ? ആർക്കും കാണണ്ടേ? കാണണമെന്ന് പറഞ്ഞ ഒരാളിങ് വന്നേ, അതാ ഒരാളെ കാണാം. വന്നേ, പേരെന്താ മോളെ? റാബി. മോളുടെ പേര് നമ്മുടെ ക്ലാസ് കാണാൻ എങ്ങനെയുണ്ട്? നല്ല രസമാണോ? ഇരിക്കുന്ന കുട്ടികളൊക്കെ ഇരിക്കുന്നതൊക്കെ എങ്ങനെയുണ്ട്? ഇരിക്കുന്നതൊക്കെ നല്ല രസത്തിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഇരുന്നപ്പോഴോ എല്ലാരും ഒന്ന് നിവർന്നിരുന്നേ. നേരെയല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പഴല്ലേ രസമായത്? നമ്മളിവിടെ വന്നേ എന്തിനാ? നിങ്ങൾ എന്തിനാ ഇവിടെ വന്നേ? അബാക്കസ് പഠിക്കാൻ വേണ്ടിട്ടാണോ? ആരെങ്കിലും പറഞ്ഞോ നിങ്ങളോട് അബാക്കസ് പഠിക്കാൻ വരാൻ? അല്ല, പിന്നെ എന്തിനാ വന്നേ? ഇവിടെ സൗണ്ട് കേൾക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ പെൺകുട്ടികളുടെ സമയമാണ് അല്ലെ? ഇപ്പൊ നമ്മുടെ സൗണ്ട് വരണ്ടേ? അപ്പൊ നിങ്ങൾ മാത്രം ഒന്നൊരു ഹലോ പറഞ്ഞേ. ഇവിടെ പെൺകുട്ടികളോട് ചോദിച്ചപ്പോ ആരാ ഇവിടെ പറഞ്ഞേ? സൗണ്ട് ഉണ്ടാക്കിയ നമ്മളിവിടെ വന്ന അബാക്കസ് എന്താണെന്ന് പരിചയപ്പെടാനാണ് അല്ലേ? അബാക്കസ് എന്താണെന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. മാത്രമല്ല നമുക്ക് എന്തും കൂടെ വേണം. നിങ്ങളിപ്പോ കുറച്ച് പേര് ഒരു മാത്സ് ചോദിച്ചപ്പോ നമ്മള് മെന്റൽ മാത്സിൽ കുറച്ച് പേര് പറഞ്ഞു, ആൻസർ കൃത്യമായിട്ട് പറഞ്ഞു അല്ലേ? കുറച്ച് പേര് പറഞ്ഞു. എന്നാലും നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇതേപോലെ പറയണ്ടേ? അല്ലേ? വേണ്ടേ? ഇവിടെ ഇരിക്കുന്ന പുതിയ കുട്ടികളും പറയണം. അടുത്ത വർഷം നമുക്ക് ഇവിടെ നിന്നല്ലേ ബൈ പറഞ്ഞു പോവേണ്ട നമ്മുടെ 7ാം ക്ലാസ്സിലെ കുട്ടികൾ എന്ത് ചെയ്യണം? ഇപ്പൊ പറഞ്ഞ കണക്ക് നേരത്തെ ആ 1-2 കുട്ടികൾ മാത്രമല്ല എന്ത് ചെയ്യണം? എല്ലാരും പറയോ? ക്ലാസ് കഴിയുമ്പോ എല്ലാരും പറയോ? പറയും. ഒന്നുകൂടെ പറയും. ഒരു മിനിറ്റ്, അവരുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ സൗണ്ട് ഒന്നുമില്ല. ഒന്ന് പറഞ്ഞേ, പറയും. ഒന്നുകൂടെ ഉറക്കം പറഞ്ഞേ. ഓക്കെ, നമുക്ക് ഈ ഒരു വായ്പ വേണം കേട്ടോ. ഇവരുടെ സൗണ്ട് പോലെ തന്നെ നിങ്ങളുടെ സൗണ്ടും എന്ത് ചെയ്യണം? നമുക്കിവിടെ കേൾക്കണം. ഓക്കെ, ഇതാണ് അബാക്കസ് കേട്ടോ. കണ്ടോ നിങ്ങൾ കണ്ടോ അബാക്കസ്? കണ്ടോ? എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? അല്ലെ? ഒരു നീളത്തിനുള്ള വടിയുണ്ട്, പിന്നെ മുത്തുകളുണ്ട്, പിന്നെ നിങ്ങൾ പറഞ്ഞേ കാണുന്നില്ലേ? എന്തുണ്ട്? 3 ഡോട്ട്സ് ഉണ്ട്. ഇതിനൊക്കെ ഓരോ പേരുകളുണ്ട് കേട്ടോ. ഇതിനൊക്കെ ഓരോ പേരുകളുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒറ്റ പ്രാവശ്യം പറയത്തോളെ, കേട്ടിരിക്കണേ. ഒറ്റ പ്രാവശ്യം പറയത്തുള്ളൂ. നിങ്ങൾ എത്ര പേർക്ക് ശ്രദ്ധയുണ്ടെന്ന് എനിക്ക് അറിയണ്ടേ? ഒറ്റ പ്രാവശ്യം പറയത്തുള്ളൂ, കേട്ടിരിക്കണം. എന്നിട്ട് ഞാൻ ചോദിക്കുന്ന ആള് ഞാൻ തൊട്ട് കാണിക്കുന്നതിന്റെ പേര് പറയണം. ഓക്കെ? ശ്രദ്ധിച്ചിരുന്നാലേ കിട്ടത്തുള്ളൂ. ഓക്കെ അല്ലേ? റെഡി അല്ലേ? നിങ്ങൾക്ക് എത്ര ശ്രദ്ധയുണ്ടെന്ന് നോക്കട്ടെ? നോക്കാം. ഇത് പ്രൈം. ഈ കാണുന്നത് പ്രൈം. ഈ വൈറ്റ് കളർ റോഡ്. ഒന്നും എഴുതി വെക്കരുത്. ആരും പെൻസിലും പേന എടുക്കരുത്, എഴുതി വെക്കരുത്. നിങ്ങളുടെ മെമ്മറി എനിക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടാ. ഒന്നും എഴുതരുത്. ഓക്കെ? ഇത് ഫ്രെയിം ആണ്, ഇത് റോഡാണ്, ഇത് ബീഡ്സ് ആണ്. ഇത് ബീഡ്സ് ആണ്.
നോക്കിക്കേ, ദാ ഈ പോകുന്നത് വാല്യൂ ബാർ ആണ്, ഇത് ഡോട്ട്സ്, യൂണിറ്റ് ഡോട്ട്സ് ആണ്. ഇപ്പൊ പറഞ്ഞല്ലോ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒരേ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ. അബാക്കസ് പഠിച്ചു വരുന്നത് നോക്കിയേ, അവര് പറയരുതേ, അവർക്കറിയാം, എനിക്കറിയാലോ, നിങ്ങൾക്കറിയാലോ, എനിക്കറിയാലോ. അപ്പൊ അവര് പറയരുത്, മറ്റുള്ളവര് പറഞ്ഞു. ഞാൻ ഒരാളെ വിളിക്കത്തുള്ളൂ, ഒരാളെ വിളിക്കാം. ഗേൾസ് വേണോ ബോയ്സ് വേണോ? അവര് പറഞ്ഞു ഗേൾസ്. നിങ്ങൾ സൗണ്ട് വന്നില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് മോളുടെ പേരെന്ന് പറയോ? എഴുന്നേറ്റോ, പേടിക്കട്ടെ, പേര് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. ഏത് ക്ലാസ്സിലാണ്? മോള് പറഞ്ഞേ, തൊട്ട് കാണിക്കുന്നത് മാത്രമേ പറയാവേ. എന്താ വേറെ ആരും ഇന്ന് പറയരുത്. ഒരാളുടെ ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ആരും പറയാം, ഓക്കെ? ആരും സംസാരിക്കരുത്. അപ്പൊ ഇതെന്താ? റോഡാണ്. ഇതെന്താ? ഫ്രെയിമാണ്. ഓക്കെ, ഉറപ്പ് പറ മക്കളെ, ആർക്കും കേൾക്കാൻ അറിയാം. മക്കൾ ഫ്രെയിമാണ്. ഇതെന്തായിരുന്നു? ഡോട്ട്സ് ആണ്. ഓക്കെ, മതി മതി. വെരി ഗുഡ്. ഒരു ക്ലാപ്പ് കൊടുത്തേ. ഓക്കെ, നമ്മൾ ഈ പീക്സ് വെച്ചിട്ട്, ഈ അബാക്കസ് വെച്ചിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്ന് നമ്മൾ ഇന്ന് പഠിക്കും. ഓക്കെ, അറിയാവുന്ന ആളെ ഞാൻ ഇവിടെ വിളിച്ചു വരുത്തും. അറിഞ്ഞുകൂടാത്തവർക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്, അല്ലേ? നമ്മുടെ ഫ്രണ്ട്സിന് എല്ലാവരും ഇതുപോലെ വേണ്ടേ? അത് നമ്മൾ മാത്രം ജയിച്ചാൽ മതിയോ? വേണ്ട, നമ്മുടെ ഫ്രണ്ട്സിന് ഇപ്പൊ ഫ്രണ്ടിലോട്ട് വരണ്ടേ? വേണ്ടേ? വേണം. അതെ, ഓക്കെ, കൂടെ നിൽക്കോ? കൂടെ നിൽക്കോ. ഓക്കെ, നമുക്ക് ഇവിടെ വളരെ ഹാപ്പി ആയിട്ട്, ഓക്കെ, വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് നമ്മൾ മൊത്തം ഹാപ്പി ആയിട്ട് ഇരിക്കണം. ആരും എന്ത് ചെയ്യരുത്. നിങ്ങളുടെയൊക്കെ മുഖത്തിന് സങ്കടം എന്താ? ഓക്കെ, നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാം. എല്ലാരും ഇരുന്നാ മതിയേ. നിങ്ങളുടെ റൈറ്റ് ഹാൻഡ്സ് ഒന്ന് റൈസ് ചെയ്തേ. Where is your right hand? വലത് കൈ എവിടെയാ? വലത് കൈ ഏതാ? എല്ലാവർക്കും നിങ്ങളുടെ വലത് കൈ അറിയാലോ. കൈ പൊക്കുമ്പോ നല്ല അതിൽ പൊക്കണം. ഓക്കെ, നല്ല പോലെ. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് എവിടെ? ഓക്കെ, ഒന്നുകൂടെ റൈറ്റ് ഹാൻഡ് എവിടെ? ഇനി ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാനിത് റൈറ്റ് എന്ന് പറഞ്ഞാല് നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡേ പൊക്കാവൂ. ഓക്കെ, പരസ്പരം നോക്കിക്കോണം. ആരെങ്കിലും തെറ്റിച്ചാൽ അവർ ഔട്ടാണ്. ഓക്കെ, ആരെങ്കിലും തെറ്റിച്ചാൽ അവർ ഔട്ടാണ്. പരസ്പരം നോക്കിക്കോണം. ഓക്കെ, റൈറ്റ് പറഞ്ഞാൽ ഏത് ഹാൻഡ് റൈറ്റ് ചെയ്യും? ലെഫ്റ്റ് പറഞ്ഞാലോ? ശ്രദ്ധിച്ചിരിക്കോ? 5 minutes. ഇപ്പൊ ടൈം കറക്റ്റ് 11. നമുക്ക് 5 മിനിറ്റ്, 5 മിനിറ്റ് വേണം. നമുക്ക് 2 മിനിറ്റ്. 2 മിനിറ്റിൽ എത്ര പേര് ഔട്ട് ആവും നോക്കാം. ഔട്ട് ആവുന്നവരെ എഴുന്നേറ്റ് നിൽക്കണം കേട്ടോ, എങ്കിലും ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഈ എഴുന്നേറ്റ് നിൽക്കുന്നവര് പരസ്പരം നോക്കിയാൽ വേണം ആരെങ്കിലും തെറ്റിക്കുന്നുണ്ടോ. റെഡിയല്ലേ? റെഡിയല്ലേ? ഓക്കെ, പോയവരല്ലേ? ഏത് ഹാൻഡാ പറഞ്ഞേ? ലെഫ്റ്റ്. മോനെ എന്താ പറഞ്ഞത്? നേരെ ചെയ്തിട്ടില്ലേ? റൈറ്റ്. ടീച്ചർ എന്താ പറഞ്ഞത്? റൈറ്റ് ആണോ? ലെഫ്റ്റ് പറയുമ്പോ എന്ത് ചെയ്യണം? റൈറ്റ് പോകണം. ഏത് കയ്യാ? അത് റൈറ്റ് ഹാൻഡ് ആണോ? റൈറ്റ് ഹാൻഡ് ആണോ? ചോദിക്കുന്ന കൈ അതല്ലേ റൈറ്റ് ഹാൻഡ്. നമ്മൾ എഴുതുന്ന കൈ അല്ലേ? അപ്പൊ എഴുന്നേറ്റ് നിന്നേ. തെറ്റിച്ച ഒരു സ്വമേധയാ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. തെറ്റിച്ചവര് ഒന്ന് എഴുന്നേറ്റ്. സ്വമേധയാ ഇവിടെ കണ്ടില്ല. തെറ്റിച്ചവരാരും എഴുന്നേറ്റ്. ഓക്കെ, റെഡി? റെഡി? ഓക്കെ, റെഡി? ലെഫ്റ്റ്. നീ വേണ്ട, അവിടെ നോക്കിക്കോണേ, ശ്രദ്ധിച്ചോണേ. റെഡി? കുറച്ച് പേര് ഇരിക്കുള്ളൂ. ഓക്കെ,
അതെ ഓക്കെ ഓക്കെ alright അവൻ തെറ്റിച്ചില്ലേ മോനെ അവൻ തെറ്റിയില്ലേ കണ്ണാടി വെച്ചൊന്നും തെറ്റിച്ചില്ലേ ചെറുതായിട്ട് തെറ്റില്ലേ ചെറുതായിട്ട് തെറ്റില്ലേ ready പറഞ്ഞേ നിങ്ങൾ എന്നാ പറഞ്ഞേ എന്താ നിങ്ങൾക്ക് പറ്റിയേ ശ്രദ്ധയില്ല അശ്രദ്ധ അല്ലേ എന്താണ് അശ്രദ്ധ ശ്രദ്ധയില്ലാത്തോണ്ടല്ലേ നമുക്ക് തെറ്റിയേ അല്ലേ അപ്പൊ ഇതിനെ ഇനി ഒരു കാര്യം പറയട്ടെ നമുക്ക് ഈ അബാക്കസ് പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു പ്രയോജനം ആണ് എന്ത് നമ്മുടെ ശ്രദ്ധ കിട്ടും നീ അബാക്കസ് പഠിച്ചവനാണ് എന്നിട്ട് നിനക്ക് എന്ത് പറ്റിയേ നീ എന്ത് പറ്റിയ മാറിപ്പോയത് ഓക്കെ ഇപ്പൊ നമുക്ക് അബാക്കസിന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്താലോ സ്റ്റാർട്ട് ചെയ്യാം എല്ലാം റെഡിയാണോ റെഡിയാണെന്ന് പറഞ്ഞേ ഹലോ ഹായ് നിങ്ങളുടെ ഈ സ്കൂളിലെ സാർമാരെ അറിയുണ്ടോ പഠിപ്പിക്കാൻ എത്ര സാർമാരുണ്ട് ഇപ്പൊ ഞാനിവിടെ വന്നില്ലേ ഓക്കെ നമുക്കൊരു ഗെയിം കളിക്കാം ഗെയിം ഇഷ്ടമാണോ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് 26 ആണോ 28 അല്ലേ 28 പറഞ്ഞാല് 28 പറഞ്ഞായിരുന്നോ ടൈം പറയണ്ട ഇഷ്ടപ്പെട്ട ലെറ്റർ പറഞ്ഞു എന്തുണ്ടാ പേജസിലാണോ പറഞ്ഞത് അല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലെറ്റർ ഏതായിരിക്കും നിങ്ങളുടെ പേരിൽ കാണുന്ന ലെറ്റർ ആയിരിക്കും 26 ഇപ്പൊ എന്നേതുള്ളല്ലേ ഞാനൊരു ലെറ്റർ എഴുതാം ഓക്കെ ഞാൻ എഴുതാൻ പോകുന്ന ലെറ്റർ ഇ ആണ് സാർ കൈ എടുത്തിട്ടല്ലേ എഴുതിയത് നോക്കിയാണ് ഇങ്ങനെയല്ലേ എഴുതിയത് ഈ നിങ്ങൾക്ക് കൈ എടുക്കാതെ ഈ എഴുതാൻ പറ്റുമോ പറ്റും ആർക്ക് പറ്റും അതായത് നോക്കിയാ ഇങ്ങനെ എടുത്തിട്ടാ ഇങ്ങനെ കൈ എടുത്തിട്ടല്ലേ ഇത് വരയ്ക്കാൻ പറ്റൂ അപ്പോ കൈ എടുക്കാതെ നിങ്ങളെ ഈ ആദ്യം വന്ന ഇയാളാ നോക്കാം പേരെന്താണ് മുഹമ്മദ് നോക്കാം ഓക്കെ പേരെന്താണ് സാമി സാമി അപ്പൊ എനർജി ഉണ്ട് ഉണ്ടോ എനർജി നേരത്തെ ടീച്ചർ പറഞ്ഞപ്പോ എല്ലാവർക്കും മാത്സ് എളുപ്പമാണ് എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞു അറിയാമോ ടീച്ചർ ടെസ്റ്റ് ചെയ്യട്ടെ ചെയ്യും ഒരു ഗെയിം കളിച്ചാലോ ചെയ്യാത്ത ആളെ ഉണ്ടാവേ തുടങ്ങാം അതിനുമുമ്പ് എല്ലാവർക്കും ടേബിൾസ് ഒക്കെ അറിയാമോ എത്ര പേരെ അറിയാം 10 പേരെ അറിയാം അറിയാലോ അഡിഷൻ അറിയാമോ സെപ്പറേഷൻ മീഡിയക്ക് പിള്ളേര് നമുക്ക് തുടങ്ങാം ഇവിടെ ഈ നമ്പേഴ്സ് ഒക്കെ പരസ്പരം കണക്ട് ചെയ്യുന്നുണ്ട് ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊരു റോയൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും ചിലപ്പോ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യും എങ്ങനെ വേണോ ഹെൽപ്പ് ചെയ്യും അത് നമ്മൾ കണ്ടുപിടിക്കണം എങ്ങനെയാണ് ഇവര് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം
ചെയ്യാം. ടീച്ചർ ഒരാളെ വിളിക്കട്ടെ. എല്ലാരും കണ്ടു വെച്ചേക്കണം. പരസ്പരം നോക്കരുത്. ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ വന്ന് ചെയ്യണം. ഓക്കെ, നോക്കാം. കിട്ടി. ശരിയാണോ? അങ്ങനെ ഇരിക്കട്ടെ. ഇതൊന്ന് നോക്കിയാലോ? കറക്റ്റാണോ? എല്ലാവർക്കും കിട്ടിയോ? കിട്ടാത്തവരുണ്ടോ? സത്യസന്ധമായിട്ട് പറയണം. കിട്ടാത്തവർ കാണും. മോനെ കിട്ടിയില്ല അല്ലേ? കണ്ടോ? ഓരോരോ കൈകൾ പോകുന്നത് കണ്ടോ? ഗേൾ സൈഡ് എല്ലാവർക്കും കിട്ടിയോ? പറ. ആരും കാണിക്കണ്ട. നമുക്ക് ഗെയിം കളിക്കണ്ടേ? ചിലപ്പോ അടുത്ത വലിയ കണക്കിട്ട് എങ്ങനെ ചെയ്യും? ടൈം കിട്ടിയോ? പൊങ്ങട്ടെ. പൊങ്ങട്ടെ. നമുക്കപ്പൊ നോക്കാം ഇത് എങ്ങനെയാണെന്ന്. ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ടേബിൾ ആണ്. 5 into 2 എത്രയാ? 10 ആണോ? 10 into 2 എത്രയാ? 20 തന്നെ. 4 into 2 8. 8 into 2 16. 3 into 2 6. 6 into 2 12. അപ്പൊ ഇത് പറഞ്ഞേ എങ്ങനെയായിരിക്കും? 4 into 3യോ? 4 plus 3. 4 plus 3. ഇവിടെയോ? 7 plus 3. ഇവിടെയോ? 3 plus 3 6 അല്ലേ? 6 plus 3 9. ഇവിടെയോ? 8 plus 3 11. അപ്പൊ ഇവിടെ എങ്ങനെ വന്നേ? ഇങ്ങോട്ട് നോക്കിക്കേ. 4 plus 1 സോറി മൈനസ് ചെയ്തപ്പോ എത്ര വന്നു? 3 വന്നു. 3 plus 2 5 വന്നു. ഇവിടെ അങ്ങനെ വന്നില്ലേ? -1 plus 2 കണ്ടോ? നമ്മൾ ചെയ്യുമ്പോ ഒരു വശം മാത്രം നോക്കരുത്, എല്ലാം കൂടെ നോക്കണം. ഇത് ചെയ്യത്തിൽ സമയം എടുത്തില്ലേ? പക്ഷെ നമ്മൾ അബാക്കസ് പഠിച്ചാൽ നമുക്കിത് മിനിറ്റുകൾ കൊണ്ട് ചെയ്യാൻ പറ്റും. അതാണ് അബാക്കസിന്റെ, അതായത് മെയിൻ ആയിട്ട് എന്താണ്? സ്പീഡ്. അത് നമ്മുടെ മെന്റൽ മൈൻഡില് നമുക്ക് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ എല്ലാരും അബാക്കസ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡായിട്ട് ആര് എവിടെ വെച്ച് നമുക്ക് കണക്ക് വെച്ചാലും നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. അതാണ് നമ്മുടെ അബാക്കസിനെ പഠിച്ചുകൊണ്ടുള്ള മെയിൻ പ്രയോജനം കേട്ടോ. സ്പീഡ്, ആക്യുറസി ആൻഡ് കോൺസെൻട്രേഷൻ. ഓക്കെ, ഇനി അപ്പൊ ഇവരെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നമ്മള് വരയ്ക്കണം. പരസ്പരം കൂട്ടിമുട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നൊന്നും വരയ്ക്കരുത് കേട്ടോ. ആര് വരയ്ക്കും? ഒരാൾ വാ. മനസ്സിലായോ? ടീച്ചേഴ്സ് ഇവിടെ ലെറ്റർ എഴുതിയിട്ടില്ലേ? ഇപ്പൊ എ എങ്ങനെ എ ആയിട്ട് കണക്ട് ചെയ്യാം, അതേപോലെ ബി എങ്ങനെ ബി, പക്ഷെ തമ്മിൽ കൂട്ടിമുട്ടരുത് വരയ്ക്കുന്ന ലൈൻ. ഓക്കെ, ഒരു ക്ലാപ്പോട് കൂട്ടിമുട്ടി നമ്മളെങ്ങനെ ആ ഒരു അവസരമേ ഉള്ളൂ. അടുത്ത നേരത്തെ വരാത്തൊരു എല്ലാവരും ആക്ടിവിറ്റിയിൽ ഒന്നിലെങ്കിലും പങ്കെടുത്തിരിക്കണം. സമ്മാനമുണ്ട്, പ്രോത്സാഹന സമ്മാനം. ശരിയായോ?
സാർ പറഞ്ഞു ഇത് അബാക്കസ് ആണ്. ഇതിന് പാത്തൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ? അറിയാലോ. നമ്മളിപ്പോ ഇത് കൗണ്ട് ചെയ്തേണേ. കേൾക്കാമോ? മൈക്ക് വേണോ? കേൾക്കാമോ? 1 2 3. 1 2 3. ആരാ മിഡിലുള്ളത്? ആരാ മിഡിൽ വരുന്നത്? 2. ആരാ 3 പറഞ്ഞേ? 2 ആണ് മിഡിലുള്ളത്. നമുക്കിപ്പോ ഈ 2നെ മാത്രം എടുക്കാം. ഈ 2 പോയിന്റ് വരുന്നതിനെ മാത്രം എടുക്കാം. ഇതാണ് എന്തെന്ന് പറയുന്നത്? 1 സ്ട്രോൾ. എന്താണ്? 1 സ്ട്രോൾ. നമ്മള് എല്ലാം ഒന്നിൽ നിന്നല്ലേ തുടങ്ങുന്നേ. അയക്കല്ലേ? എന്നാ ഞാൻ മയക്കെടുക്കാം. നമ്മൾ ഒന്നിൽ നിന്നല്ലേ തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് ഒന്നിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ നേരെ 10ാം ക്ലാസ്സിലാണോ പോകുന്നേ? ഒന്നിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് ഒന്നിൽ തുടങ്ങാം. മക്കളെ ഇത് മാത്രം നിങ്ങൾ നോക്കാം. എല്ലാരും ശ്രദ്ധിക്കേ. ഇത് മാത്രം നോക്കാം. ഇതാണ് എന്തെന്ന് പറയുന്നത്? 1 സ്ട്രോൾ. ഓക്കെ. ഇവിടെ കുറച്ച് ബീഡ്സുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഈ ബീഡ്സ് ഒക്കെ ലോവർ പാർട്ടിലല്ലേ കിടക്കുന്നത്. ഇത് മുകളിലും ഇത് താഴെ ആണേ. എത്ര ബീഡുണ്ട്? 1 2 3 4. ഓക്കെ. ഈ ഓരോ ബീഡിന് നമുക്ക് ഓരോ വില കൊടുക്കാം. 1 ആണ് എല്ലാത്തിന്റെയും വാല്യൂ. എത്രയാണ്? 1. എത്രയാണ് വാല്യൂ? 1. എത്ര വാല്യൂ? ഈ 1 ആവുന്നത് എങ്ങനെയാണ്? ഈ 1 ആവുന്നത് അതിനുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നോക്ക്. ഇതെല്ലാം മല പോലെയാണ് കിടക്കുന്നത്. ഒരു ക്രമം ഉണ്ടല്ലേ? തോന്നുന്ന നടത്തിയിരിക്കുന്നല്ലേ? നമുക്ക് ഇതിനൊന്ന് നേരെ ആക്കണ്ടേ? അതിന് നമ്മൾ എന്ത് ചെയ്യും? ക്ലിയർ ചെയ്യും. എന്ത് ചെയ്യും? ക്ലിയർ ചെയ്യും. അബാക്കസിനെ നമ്മൾ എന്ത് ചെയ്യും? ക്ലിയർ ചെയ്യും. അതെങ്ങനെയാന്ന് വെച്ചാ നമ്മുടെ ഈ റൈറ്റ് ഹാൻഡിലെ ഏതൊക്കെ ഫിംഗറാ ഉപയോഗിക്കുന്നത്? തമ്പ് ആൻഡ് ഫോർ ഫിംഗർ. എല്ലാവർക്കും ഫിംഗേഴ്സ് അറിയാമോ? ഇത് ഏതാ ഫിംഗർ? തമ്പ്. ഇതോ? ഇതോ? മിഡിൽ. ഇതോ? റിംഗ്. ഇതോ? ലിറ്റിൽ ഫിംഗർ. അപ്പൊ നമുക്ക് ഇവർ രണ്ടുപേരും മതി കേട്ടോ. തമ്പ് ആൻഡ് ഫോർ ഫിംഗർ. ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ ചെയ്യും. ടീച്ചറിന് ഇരിക്കുന്നത് ഇതാണ്. ഇത് ടഫാ. നമുക്ക് അബാക്കസിൽ ജോയിൻ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ടൂള് തരും. അതിലിങ്ങനെ ക്ലിയർ ചെയ്യാൻ നല്ല എളുപ്പമാണ് കേട്ടോ. ഇപ്പോ നമ്മൾ ഇതിനെ ഇങ്ങോട്ട് മാറ്റണം. ക്ലിയർ ആയില്ലേ? ഒരു നേരെ ആയില്ലേ എല്ലാ വീടും? ആയോ? ആയല്ലോ. ഇനി നമുക്ക് നോക്കാം. ഇത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഇതിന്റെ പേരെന്താ? 1 സ്ട്രോൾ. ഓക്കെ. എത്ര വീടുണ്ട്? 4 വീടുണ്ട്. ഈ വീട് ഈ ബാറിൽ, അതായത് ഇത് വാല്യൂ ബാറിൽ തട്ടുമ്പോൾ ഇതിന്റെ വാല്യൂ എത്രയാവും? 1 ആവും. ഇപ്പൊ എത്രയുണ്ട് വീട്? മുകളില് 1. ഈ വീടിന്റെ വാല്യൂ എത്രയാ? 1. ടീച്ചറേ ഈ റൈറ്റ് ഹാൻഡിലെ തമ്പ് വെച്ച് ഒരു വീടും കൂടെ മുകളിലോട്ട് കൊണ്ടുവന്നു. ഇപ്പൊ വാല്യൂ എത്രയാണ്? 2. എങ്ങനെയാ? ഇത് 1 ഇത് 2. അങ്ങനെയല്ലേ 2 ആയത്? മനസ്സിലായോ? ഇനി ഒരു വീട് കൂടി ടീച്ചർ മുകളിലോട്ട് കൊണ്ടുപോവാം. ഏത് ഹാൻഡ് ഏത് ഫിംഗർ? തമ്പ്. റൈറ്റ് ഹാൻഡ് തമ്പ് ഫിംഗർ വെച്ച് ഒരു വീടും കൂടെ ടീച്ചർ മുകളിലോട്ട് കൊണ്ടുപോയി. അപ്പൊ വാല്യൂ എത്രയാണ്? 1 2 3. ഓക്കെ. ഇനി ഒന്നുകൂടെ കൊണ്ടുപോകാം. ഒരു വീടും കൂടെ നമ്മള് വാല്യൂ ബാറിലോട്ട് നമ്മുടെ റൈറ്റ് ഹാൻഡിലെ തമ്പ് ഫിംഗർ വെച്ച് നമ്മൾ മുകളിലോട്ട് മൂവ് ചെയ്യുക. എത്രയാണ് വാല്യൂ? എല്ലാരും പറ. 1 2 3 4. വാല്യൂ എത്രയാണ്? 4. എത്ര വീടുണ്ട്? 4 വീട്. എല്ലാരോടും ചോദിക്കണ്ടേട്ടാ. 4 വീട്. ടീച്ചറേ ഈ വീടിനെ റൈറ്റ് ഹാൻഡില് തമ്പ് വെച്ച് മുകളിലോട്ട് ആക്കി. ഇപ്പൊ വാല്യൂ എത്രയാ? 1. വീണ്ടും ആക്കി. എഗെയിൻ ഒരു വീടിനെ കൂടെ മുകളിലോട്ട് കൊണ്ടുപോയി. ഇപ്പൊ വാല്യൂ എത്രയാ? 2. എങ്ങനെയാണ് 2 വന്നതെന്ന് അറിയാലോ? 1 2. ഇനി ഇവിടെ തന്നെ ഇരുന്ന വാല്യൂ ആവോ? ഇല്ല. നമ്മൾ ഇതിനെ ഈ വാല്യൂ ബാറിലോട്ട് കൊണ്ടുപോകുമ്പോഴേ നമുക്ക് വാല്യൂ ആവത്തുള്ളൂ അല്ലേ? ടീച്ചറേ ഒരു വീടിനെ മുകളിലോട്ട് കൊണ്ടുപോയി. ഈ 2 വീടിനെ ഒരുമിച്ച് കൊണ്ടുപോയി. ഇപ്പൊ വാല്യൂ എത്രയാണ്? ആര് പറയും? 3. വെരി ഗുഡ്. 3. മനസ്സിലായോ? അപ്പൊ 2 പറയുമ്പോ 2 വീട്
വീടിനെ എന്ത് ചെയ്യണം? ഒരുമിച്ച് മുകളിലോട്ട് കൊണ്ടുപോകണം. 2 വീടിനെ ഒരുമിച്ച് കൊണ്ടുപോകണം. അങ്ങനെയാണെങ്കിൽ 3 എത്ര വീട് കൊണ്ടുപോകും? 3 വീടിനെ റൈറ്റ് ഹാൻഡിലെ തം ഫിംഗർ വെച്ച് എന്ത് ചെയ്യണം? ഒരുമിച്ച് കൊണ്ടുപോകണം. ഇപ്പൊ വാല്യൂസ് 1 2 3. ആഡ് 4 പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? 4 വീടിനെ ഒരുമിച്ച് പോക്കണം. ഏത് ഹാൻഡ്? റൈറ്റ് ഹാൻഡിലെ തം ഫിംഗർ വെച്ച്. ഇപ്പൊ വാല്യൂ എത്രയാണ്? 1 2 3 4. ക്ലിയർ ആയോ? എന്നാ ടീച്ചർ ആഡ് 3 എത്ര വീട് നോക്കും? തീർത്തട്ടെ. ഏത് ഹാൻഡ്? ഹാൻഡ് തമ്പോ. റൈറ്റ് ഹാൻഡിലെ തം ഫിംഗർ. എത്ര ടീച്ചർ പറഞ്ഞേ? 3. വാല്യൂ 3. 1 2 3. ക്ലിയർ? ക്ലിയർ ആണോ? മോമ അബാക്കസ് എങ്ങനെയാ ക്ലിയർ ചെയ്യുന്നത്? എങ്ങനെ ടീച്ചർ പറഞ്ഞ അബാക്കസ് ഒന്ന് ക്ലിയർ ചെയ്യേ? ഏത് ഹാൻഡ്? റൈറ്റ് ഹാൻഡിലെ ഏത് ഫിംഗർ? തമ്പ് കൂടെ 4 ഫിംഗർ. 4 ഫിംഗർ വെച്ച് എന്ത് ചെയ്യണം? നമ്മളിതിനെ ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പൊ ഇത് താഴോട്ട് പോകും. ഇതെല്ലാം താഴോട്ട് വരും, ഇതെല്ലാം മുകളിലോട്ട് പോകും. അപ്പൊ നമ്മള് ക്ലിയർ ആയി. ആഡ് 1 ചെയ്തേ മോൻ. ഏത് ഫിംഗർ? തം ഫിംഗർ വെച്ച്. ഇപ്പൊ വാല്യൂ എത്രയാണ്? 1. ആഡ് 2 ചെയ്തേ. ആഡ് 2 ഒരുമിച്ച് 2 വീട് മുകളിലോട്ട് കൊണ്ടുവരണം. ഇപ്പൊ വാല്യൂ എത്രയാണ്? 3. 2 പറഞ്ഞാരാ? ശ്രദ്ധയില്ല, ശ്രദ്ധിച്ചിരിക്കണ്ടേ? ഇപ്പൊ വാല്യൂ എത്രയാ നോക്ക്? 1 2 3. ഒന്നുകൂടെ മോൻ ചെയ്തേ. നോക്കിയോണം. ആഡ് 2 ഇവിടെ വാല്യൂ എത്രയാ? ഈ മോൻ പറ. വാല്യൂ എത്ര വീടുണ്ട് നോക്കിയേ? 2. വെരി ഗുഡ്. ശരിയാണോ? പോയോ? ഒരു ക്ലാപ്പ് കൊടുക്കേ. ഇവിടെ ദേ മോള് ചെയ്യുന്നില്ലേ? നമുക്ക് നോക്കാം. ആഡ് 4. നിക്കേ. വാല്യൂ പറ. അവിടെ പോ. 4. എങ്ങനെയാണ് 4 വന്നത്? 1 2 3 4. ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചോ. നീ എല്ലാരും വിളിപ്പിക്കും. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയി? ക്ലിയർ ദ അബാക്കസ്? യെസ്. ഇനി നോക്കാം. Add 3. ശരിയായോടെ? അതെങ്ങനെ ശരിയാവും? ശരിയാവോ? ഒന്നും കൂടെ ചെയ്തേ. ശ്രദ്ധിച്ച്. ആഡ് 3 ആ പറഞ്ഞേ. ഇത് ഓരോ വീടിന്റെ വാല്യൂ എത്രയാ? 1. ഈ വീടിന്റെ വാല്യൂ എത്രയാ? 1. ഈ വീടിന്റെ വാല്യൂ 1. ഓരോ വീടിന്റെ വാല്യൂ 1 ആണ്. ഇനി ഈ 2 വീട് ഒരുമിച്ച് പോയി. അപ്പൊ വാല്യൂ എത്രയാണ്? 2. ടോട്ടൽ വാല്യൂ ആണ് 3. ടോട്ടൽ വാല്യൂ എത്രയാണ്? 3. നോക്ക് എത്ര വീടുണ്ടേ? അത് നമ്മൾ കൗണ്ട് ചെയ്താൽ മതി. 1 2 3. ഇത്രയേ ഉള്ളൂ. ഓക്കെ. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഫുഡ് കഴിച്ചാണോ ഇരിക്കുന്നേ? കഴിച്ചോ? ആരെങ്കിലും കഴിക്കാനുണ്ടോ ഫുഡ്? ഉണ്ടോ? അതെന്താ കഴിക്കാത്തത്? വിശപ്പില്ലാത്തോണ്ടോ? എന്റെ റബ്ബേ, നമുക്കൊക്കെ ഭയങ്കര വിശപ്പാണല്ലോ. എന്നിട്ട് നിങ്ങൾക്ക് വിശപ്പില്ലേ? നിങ്ങളാരും സ്റ്റുഡൻസ് ആരും ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കരുത് കേട്ടോ. ഒഴിവാക്കോ? നമ്മുടെ കുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? ബ്രെയിൻ ഫുഡാണ്. എന്താണ്? ബ്രെയിൻ ഫുഡാണ്. നമുക്ക് ഒരു ദിവസത്തെ എല്ലാ ആക്ടിവിറ്റിയും പഠിക്കുന്നതിനാണെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നതിനും നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നല്ല പവർ വേണ്ട, എനർജി
എനർജി വേണോ? വേണം. ടീച്ചേഴ്സ് പഠിപ്പിച്ചൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചായിരുന്നോ? അബാക്കസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചോ? മനസ്സിലായോ എല്ലാവർക്കും? മോന് മനസ്സിലായില്ല? മനസ്സിലായി. കുറച്ചില്ല. ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞു തരാം. മോന്റെ പേരെന്താണ്? ഷെഹിൻ. ഓക്കെ, ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞു തരാവേ. ടീച്ചർ പറഞ്ഞ മനസ്സിലായോ? ഞാൻ ഒറ്റയ്ക്ക് ചെയ്യിപ്പിക്കും നിങ്ങളെ കൊണ്ട്. മെന്റൽ മാത്സ് ചെയ്യിപ്പിക്കും. മനസ്സിലായെങ്കിലേ മനസ്സിലായെന്ന് പറയാവോ? മനസ്സിലായോ? നമുക്ക് അതിന് മുമ്പ് ഒരു പാട്ട് പാടിയാലോ? അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് ആക്റ്റീവ് ആവോ? ഒരു പാട്ട് പാടാം. 5 സ്റ്റുഡൻസിന് വരോ? എല്ലാരും കൂടെ ശ്രദ്ധിച്ചിരിക്കണം. കുട്ടികൾ അവരുടെ പേര് തിരിച്ചാണോ പറയണേ നമുക്ക് നോക്കണ്ടേ? അപ്പൊ മോൻ എന്ത് തിരിച്ചു പറയും? തം ഫിംഗർ ദാറ്റ്സ് മൈ നൈൻ. എന്താണ്? തം ഫിംഗർ ദാറ്റ്സ് മൈ നൈൻ. ഓക്കെ ആണോ? മോൻ എങ്ങനെ പറയും? 4 ഫിംഗർ. അത് പറയുമ്പോഴത്തേക്കും കുട്ടിയെ കാണിച്ചുകൊണ്ട് കൊടുക്കണം. എങ്ങനെയാണ്? തം ഫിംഗർ ദാറ്റ്സ് മൈ നൈൻ. ഒന്ന് സ്റ്റെപ്പ് ഒക്കെ വയ്ക്കാം കേട്ടോ. ഇങ്ങനെ പൊക്കി കാണിക്കണം കുട്ടിയൊക്കെ. അവർക്ക് ഇപ്പൊ തന്നെ ഫിംഗേഴ്സിന്റെ പേരെല്ലാം പഠിക്കണം. മോനെ എങ്ങനെ കാണിക്കും? 4 ഫിംഗർ. അങ്ങനെ കാണിക്കോ? സ്റ്റെപ്പ് ചെയ്യണം. ഓക്കെ, ചോദിക്കോ? നിങ്ങള് ചോദിക്കോ? അപ്പൊ അത് തുടങ്ങിക്കേ. ടീച്ചർ തുടങ്ങി തരട്ടെ? കൂടെ പാടോ? ഹലോ ഫിംഗർ, ഹലോ ഫിംഗർ, വാട്ട്സ് യുവർ നെയിം? Thumb finger, that's my name. പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. Thumb finger, that's my name. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേ. എങ്ങനെ ചോദിക്കും? ഹലോ ഫിംഗർ, വാട്ട്സ് യുവർ നെയിം? ചോദിച്ചെല്ലാം Four finger, that's my name. That's my name. അത് പറയുമ്പോ ഇറ്റ്സ് മൈ നൈം എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, കിട്ടുന്നുണ്ടോ? അപ്പൊ നെക്സ്റ്റ് ചോദിച്ചേ ഉറക്കെ ചോദിച്ചേ. Hello finger, what's your name? Middle finger, that's my name. ഓക്കെ, പേര് കിട്ടോ? എല്ലാവർക്കും പേര് കിട്ടുന്നുണ്ടോ? അപ്പൊ ഏതൊക്കെയാണ്? തമ്പ്, ഫോർഫിംഗർ, മിഡിൽ ഫിംഗർ. മോർണിംഗ്. ക്ഷീണമുണ്ടോ? ഇല്ല. നേരത്തെ ഇവിടെ ആർക്കോ ക്ഷീണമുണ്ടോ എന്ന് പറഞ്ഞല്ലോ. ക്ഷീണമുണ്ടോ? ചൂട് ഉപയോഗിക്കാതെയാണ് എന്ത് ചെയ്യുന്നത്? കണക്ക് ചെയ്യാൻ പോണത് അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യണ്ടേ? സംസാരിക്കരുത്, പരസ്പരം സംസാരിക്കരുത്. ആദ്യം എന്താ ചെയ്യണ്ടേ? നമ്മള് ടീച്ചർ പറഞ്ഞില്ലേ? വൺസ് റോഡ് പറഞ്ഞില്ലേ? ഏതാ വൺസ് റോഡ്? മിഡിലൂടെ കടന്നു പോകുന്ന റോഡാണ് ഏത്? വൺസ് റോഡ്. അപ്പൊ നമ്മൾ എന്താണ് മൈൻഡിൽ കണക്ട് ചെയ്യുമ്പോ ആദ്യം നമ്മുടെ മൈൻഡിൽ എന്താ വരണ്ടേ? വൺസ് റോഡ് മൈൻഡിൽ വരണം അല്ലെ? ഇപ്പൊ ടീച്ചർ പറഞ്ഞു വൺസ് റോഡിൽ എന്താണ്? ലോവർ പീക്സ് ഉണ്ട്, അപ്പർ പീക്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ നമ്മൾ കണക്ക് കൂട്ടുമ്പോ ഈ ലോവർ പീക്സും അപ്പർ പീക്സും ആണ് എന്ത് ചെയ്യേണ്ടത്? ലോവർ പീക്സും അപ്പർ പീക്സും ആണ് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ മനസ്സിൽ വരേണ്ടത് അല്ലേ? അപ്പൊ ഈ വൺസ് റോഡ് മാത്രം നമ്മുടെ മൈൻഡിൽ വന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? കണക്ക് ടീച്ചർ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞു. ടീച്ചർ കുറെ കണക്ക് പറഞ്ഞു അല്ലേ? add 1, add 2, -5 എന്നൊക്കെ പറഞ്ഞ് കുറെ കണക്ക് പറഞ്ഞപ്പോ അബാക്കസ് പഠിച്ച കുട്ടിക്ക് മാത്രമല്ലേ ഉത്തരം കിട്ടിയുള്ളൂ? കിട്ടി. 1-2 പേർ കൂടെ കിട്ടി. എങ്കിലും എന്താണ് നിങ്ങളുടെ ടോട്ടൽ സ്ട്രെങ്ത് എടുത്ത് നോക്കുമ്പോ കുറച്ച് പേർക്ക് മാത്രമല്ലേ കിട്ടിയുള്ളൂ അല്ലെ? അപ്പൊ എല്ലാവർക്കും കിട്ടണ്ടേ? ഇത് എന്താ ചെയ്യാൻ പറഞ്ഞറിയോ? ഇത് ഒരു വര മുട്ടാതെ, അതായത് ഇതിൽ കൂടെ ഇങ്ങനെ കടന്നു പോകാതെ വരയ്ക്കുന്ന വരയിൽ കൂടി തന്നെ വീണ്ടും കടന്നു പോകാൻ പാടില്ല. അങ്ങനെ നമുക്ക് ചെയ്യാം. ഇങ്ങനെ ചെയ്യും. ആരാ വരുന്നത്? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? എല്ലാവരും ഏറ്റെടുക്കോ? ചലഞ്ച് ഒറ്റ തവണ ചാൻസ് ഉള്ളേ. എല്ലാവരും നോക്കിയിരിക്കണം.
ഇവിടെ ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരച്ച് കൈയെടുക്കാതെ ഇവിടെ എത്തി പിന്നെ ഇവിടെ മണ്ടയിലോട്ട് പോയി നോക്കണേ മുകളിലോട്ടൊന്നും വലിച്ചില്ല. ഇവിടെ വരച്ചില്ലല്ലോ. താഴെ താഴെ അവിടെ നിന്ന് താഴെ നിന്നോ? ഇവിടെ തന്നെ തുടങ്ങിയത്. ശരിയല്ലേ? ശരിയല്ലേ? എന്താ ഒരു കൂട്ടാനില്ലാതെ? ആർക്കും കൂട്ടാനില്ലേ? മക്കളെ 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 തുടങ്ങാം. ചോദിക്കട്ടെ? 2-3 ക്വസ്റ്റ്യൻ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം നേരത്തെ പഠിച്ച ടീച്ചർമാരെല്ലാം പഠിപ്പിച്ചു തന്നല്ലേ? പഠിപ്പിച്ചില്ലേ? നമുക്ക് ഓർമ്മയില്ലേ? അതാ മറന്നുപോയോ? ഓർമ്മയുണ്ടോ നോക്കാം. ടീച്ചർ ഒന്ന് ചോദിക്കണേ. അപ്പൊ എല്ലാരും മനസ്സിലാക്കാസ് കൊണ്ടുവന്നോ? അതാ വീട്ടിലെ കാര്യം ഓർമ്മിച്ചിരിക്കാം. ഇല്ലല്ലോ? സത്യം തന്നെ. അപ്പൊ അതാക്കത്തെ നമ്മളെ മൈൻഡിൽ കൊണ്ടുവന്നോ? ഞാൻ കൊണ്ടുവന്നേ. ടീച്ചറെ കൊത്തി ചോദിക്കണേ. ആഡ് ചെയ്യാന് മൈനസ് ചെയ്യാൻ. ആഡ് വൺ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? മൈനസ് ചെയ്യണം. ഏത് റോഡിൽ നമ്മൾ ചെയ്യാം? വൺ റോഡില് എത്ര വീടാണ് നമ്മൾ വെക്കുന്നത്? ആഡ് വൺ. പറയട്ടെ നമ്മൾ എത്ര വരെ എത്തി? ആഡ് വൺ. എഗെയിൻ ആഡ് വൺ. എഗെയിൻ വീണ്ടും നമ്മൾ ഒന്നുകൂടി പറയണം കേട്ടോ. ഒരെണ്ണം കൂടെ നീക്കല്ലേ? ഒരു വീടും കൂടെ നമ്മള് മുകളിലേക്ക് നീക്കി. അപ്പൊ എത്ര വീടായി? രണ്ടോ മൂന്നോ? രണ്ട് വീടായില്ലേ? നമ്മളെ മൈൻഡിലുണ്ടോ 2 വീട്? നമ്മുടെ ഏതൊരെത്തി? അബാക്കസിന്റെ ഏതൊരെത്തി? എത്ര വീട് നമ്മൾ നോക്കി? 2 വീട് മുകളിലേക്ക് ഉയർത്തി. അടുത്ത ടീച്ചർ പറയണേ. ഇപ്പൊ 2 വീട് നമ്മള് മനസ്സിലുണ്ട് അബാക്കസിലെ അല്ലേ? അതാ വീട്ടിലെ കാര്യം ഓർമ്മിക്കുന്നുണ്ടായില്ല? ഇല്ല. നല്ല കുട്ടികള്. അടുത്തത് ടീച്ചർ മൈനസ് പറയണം കേട്ടാ. മൈനസ് 1. നമ്മുടെ അബാക്കസിൽ എത്രയുണ്ട്? 1 ആണ്. അടുത്ത ടീച്ചർ വീണ്ടും ഒരാണ് പറയണേ. ആടില്ലോ 3 പെൺകുട്ടികളെ 3 എല്ലാരും പറയുന്നോ? അല്ലേ? ഇപ്പൊ നമ്മൾ അബാക്കസിലില്ലേ 3 വീടില്ലേ? ടീച്ചർ ഏതൊരു പഠിപ്പിച്ചു? കഴിഞ്ഞ ക്ലാസ് ടീച്ചർ ഏതൊരു പഠിപ്പിച്ചോ? 4 വരെ പഠിപ്പിച്ചില്ലേ? അപ്പൊ 4 വീടുകൾ പഠിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ ഏതൊരുണ്ട്? 3 വീട് വരെ നമ്മള് ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി അടുത്തത് ആഡ് വൺ. ഇപ്പൊ എത്രയായി? നമ്മുടെ മൈൻഡിൽ എത്രയുണ്ട്? എത്രയുണ്ട്? 4. മനസ്സിലായോ? പിന്നെ ടീച്ചർ ഇങ്ങനെ ഒന്നും പറഞ്ഞു തരില്ല. പെട്ടെന്ന് ക്വസ്റ്റ്യൻ പറയും. ഒരു തവണ പറയും ടീച്ചർ ക്വസ്റ്റ്യൻ. ആൻസർ ആദ്യം പറയാൻ നോക്കട്ടെ. പറയട്ടോ? അപ്പൊ ടീച്ചർ ആദ്യം ക്ലിയർ അബാക്കസ് എന്ന് പറയും. ക്ലിയർ അബാക്കസ് എന്ന് പറഞ്ഞാൽ എന്താ? അബാക്കസിന് ഒരു വാല്യൂ ഇല്ലല്ലേ? 0 ആണ്. ഇപ്പൊ നമ്മൾ അബാക്കസില്ലേ? നമ്മൾ മനസ്സിലില്ലേ അബാക്കസ്? എല്ലാരും കൊണ്ടുവന്നേ. ഒരു കാപ്പി തന്നെ. ആഡ് വൺ. ആഡില്ലോ മൈനസ് 1. മൈനസ് 2. 0.
ഒരു എക്സാമ്പിൾ ടീച്ചർ ഒക്കെ കാണിച്ചു ടീച്ചർ ഇപ്പൊ ഷേക്കാന് പറയണെങ്കിൽ എന്ത് ചെയ്യും? ഷേക്ക് ഹാൻഡ് ചെയ്യും. ഓക്കെ, നമസ്തേ പറയും. നമസ്തേ പറയുമ്പോ നമസ്തേ ചെയ്യും. ഓക്കെ, പെട്ടെന്ന് ബോട്ടിൽ എന്ന് പറയുമ്പോ ആരാദ്യം എടുത്തോ അവർ ചെയ്യും. ഓക്കെ, കളി മനസ്സിലായോ? പ്രോത്സാഹിപ്പിക്കണേ ഇവരെ. റെഡിയാണല്ലോ? ബോട്ടിൽ എടുക്കല്ലേ, ഇപ്പൊ ബോട്ടിൽ എടുക്കല്ലേ. ഷേക്ക് ഹാൻഡ് ആണ് കൊടുത്തത്. ഷേക്ക് ഹാൻഡ്, ഐസ്, നോസ്, ഹാൻഡ്, ഹെഡ്, ഷേക്ക് ഹാൻഡ്, നമസ്തേ, ഷോൾഡർ, ഷേക്ക് ഹാൻഡ്, ബോട്ടിൽ. യെസ്, ബോട്ടിൽ കിട്ടാത്താരുണ്ട്? ഔട്ടായി കേട്ടോ. 4 പേര് ഔട്ടാവില്ലേ? 4 പേര് ഔട്ടായി. ഷേക്ക് ഹാൻഡ്, നമസ്തേ, ലെഗ്, ഷോൾഡർ, ഐസ്, നോസ്, മൗത്ത്, ഹെഡ്, ഹാൻഡ്, ഷോൾഡർ, ഹാൻഡ്, നമസ്തേ, ബോട്ടിൽ. തട്ടിപ്പറിക്കില്ല. ആദ്യം ബോട്ടിൽ എടുത്ത ആളായിരിക്കും ജയിക്കുന്നത്. ഗുഡ് മോർണിംഗ്, ഹാപ്പി മോൺ. എല്ലാരും വായിച്ചു കഴിഞ്ഞോ? ഇനി ടീച്ചറെ വിളിക്കുന്ന ആള് ഇവിടെ എന്റെ അടുത്ത് വന്നിരുന്ന് പറയണം. പറയൂ. അപ്പൊ എന്താണ് ഒരു സൺ? ഈ സൺ എവിടെയാ കാണപ്പെടുന്നത്? ആകാശത്ത് കാണപ്പെടുന്ന സണ്ണിന് ഒരാഗ്രഹം. നിങ്ങൾക്കും ഇല്ലേ ആഗ്രഹങ്ങള്? ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലേ? അതുപോലെ തന്നെയാണ് സണ്ണിന് ഒരാഗ്രഹം. എന്താണ്? സണ്ണിന് സ്കൂളിൽ പഠിക്കണം. നിങ്ങളങ്ങനെ ആഗ്രഹിക്കോ? ആഗ്രഹിക്കോ? ഇവിടെ സണ്ണ് എന്താണ് ആഗ്രഹിച്ചത്? സണ്ണിന് സ്കൂളിൽ പഠിക്കണം. അപ്പൊ എന്ത് ചെയ്തു? സണ്ണ് സ്കൂളിൽ പോകാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു? മുകളിൽ നിന്ന് ചാടി. എന്ത് ചെയ്തു? ജമ്പ് ചെയ്തു. സണ്ണ് എന്ത് ചെയ്തു? സ്കൂളിൽ പോകാനുള്ള ആഗ്രഹത്തോടു കൂടി എന്ത് ചെയ്തു? ജമ്പ് ചെയ്തു. അവിടെ ആര് സംസാരിക്കുന്ന ആരാണ്? അവിടെ ആരാണ് ശ്രദ്ധിക്കാതിരിക്കുന്നത്? മനുഷ്യരൊക്കെ ഇങ്ങോട്ട് നോക്കും. എല്ലാവരും മനുഷ്യരാണല്ലേ? നമുക്ക് നീ കളിച്ചാലോ? ഓക്കെ, മോന് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ചെയ്യാൻ പറ്റുമോ? ആക്കി കൊടുക്കണം. കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിലോട്ട് വരച്ചു. ഓക്കെ, ജോയിൻ ചെയ്യാൻ പറ്റൂല കേട്ടോ, ബുദ്ധിമുട്ടാൻ പറ്റൂല. ഓക്കെ, ഓരോ പ്രാവശ്യം തെറ്റിപ്പോലെ ഇനി നമുക്ക് മറ്റുള്ളവർ കൂടെ എല്ലാവരും ആലോചിച്ചു പറ്റുമോ? പറ്റല്ലേ?
അതുപോലെ ലെസ് ചെയ്യാൻ ഏത് വിരലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? റൈറ്റ് ഹാൻഡ് ഫോർത്ത് ഫിംഗർ. ലാസ്റ്റ് പേജ് ഇവിടെ ശ്രദ്ധിക്കേ. മെസ്സി എവിടെ ചെയ്യണം? 3 പേരിൽ ഒരാൾ 3 പേരിൽ ഒരാൾ ഇവിടെ വരണം. ഓക്കെ, റെഡി അല്ലേ? ആദ്യം ചെറിയ സിമ്പിൾ നമുക്ക് മാത്ത് ചെയ്തു നോക്കാം, മെന്റൽ മാത്ത് ചെയ്തു നോക്കാം. ഓക്കെ, ഇപ്പൊ ടീച്ചർ പറയട്ടെ. ഓക്കെ, എല്ലാവരും ചെയ്തോളണം. ആഡ് 1, again add 1, add 2, minus 4. Now the value is 0. ഇതൊക്കെ എല്ലാവരും പ്രോപ്പർട്ടി സ്വയം പറഞ്ഞു. Clear the abacus? Add 1, add 2, add 1, minus 4, add 4. Okay, എല്ലാവർക്കും അറിയാലോ? Clear the abacus? Add 1, add 2, add 1, minus 4, add 1. Okay, clear the abacus? Add 2, again add 2, minus 1, minus 1. Now the answer is, ഞാൻ ചോദിക്കുന്നവർ മാത്രം പറയുക. ഓക്കെ, ലാസ്റ്റ് പേജ് പറഞ്ഞപ്പോൾ പറഞ്ഞേ 2. ഓക്കെ, ഇരുന്നോ? ഗേൾസ് പറഞ്ഞേ, നമ്മൾ പറഞ്ഞേ 2. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? ശ്രദ്ധിക്കാൻ തയ്യാറല്ലേ? ആരൊക്കെ തയ്യാറാണ്? ഒന്ന് ഹാൻഡ് അപ്പ് ചെയ്തേ. എല്ലാരും തയ്യാറാണോ? നമുക്കൊരു ഗെയിം കളിക്കാം. ആരൊക്കെ ഗെയിം കളിക്കാൻ തയ്യാറാണ്? എല്ലാരും റെഡിയാണല്ലേ? അപ്പോ ടീച്ചർ ബോയ്സിന്റെ ഓരോ ബെഞ്ചിലും ഓരോ നമ്പർ തരും. എല്ലാവരും ആ ബെഞ്ചിലിരിക്കുന്ന എല്ലാവരും ആ നമ്പർ മനസ്സിൽ വെച്ചിരിക്കണം, മറക്കരുത്. ഫസ്റ്റ് ബെഞ്ചിലിരിക്കുന്നവർ ബെഞ്ച് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 1, 2, 3, ആ 2 ബെഞ്ചും കൂടി 4. ഓക്കെ അല്ലേ? 1, 2, അവിടെ റെഡ് വരി വെച്ചിരിക്കുന്ന ആള് 3, അവിടെ 4, ആ ബെഞ്ച് 4, 2 ബെഞ്ചും കൂടി 4. അതുപോലെ തന്നെ ഗേൾസ് 1, 2, 3, 4, 5. ഗേൾസ് എത്രയുണ്ട്? 5 ബെഞ്ച് ഉണ്ടല്ലേ? അപ്പൊ ഓരോരുത്തർ 1, 2, 3, 4, then 5. എല്ലാ നമ്പർ ഓർമ്മയില്ലേ? അപ്പൊ ടീച്ചർ ആ നമ്പർ പറയും. ബോയ്സിന്റെ ബെഞ്ചിന്റെ നമ്പർ ആണ് ടീച്ചർ പറയും. ബോയ്സ് ബെഞ്ച് നമ്പർ 2 എന്ന് പറയുമ്പോൾ അവർ എന്ത് ചെയ്യണം? ആ ബെഞ്ചിലുള്ള ഫുൾ ആൾ എഴുന്നേറ്റിട്ട് ക്ലാപ്പ് ചെയ്തിട്ടിരിക്കണം. ഓക്കെ അല്ലേ? അതുപോലെ ഗേൾസിന്റെ ബെഞ്ച് നമ്പർ പറയുമ്പോ ഗേൾസ് എന്ത് ചെയ്യണം? എഴുന്നേറ്റ് നിന്ന് ക്ലാപ്പ് ചെയ്യണം. എല്ലാവരും ബെഞ്ച് നമ്പർ ഓർമ്മയുണ്ടോ? ടീച്ചർ പറയട്ടെ. എല്ലാവരും ടീച്ചറിനെ ശ്രദ്ധിച്ചേ. ബോയ്സ് ബെഞ്ച് നമ്പർ 4. ആരാ ബെഞ്ച് നമ്പർ 4? ക്ലാപ്പ് ചെയ്യ്. Bench number 2. Okay. Then bench number 5. Boys bench. Okay. Boys bench number 2. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ആര് റെഡി? റെഡിയാണോ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ പറയണമെന്ന് ടീച്ചർ പറഞ്ഞു. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോവാണ്. ഇത്രയും സമയം ഓരോ ടീച്ചേഴ്സ് വന്ന് ഓരോരോ ആക്ടിവിറ്റീസ് പഠിപ്പിച്ചു, അബാക്കസിനെ കുറിച്ച് പറഞ്ഞു. എന്തിനാ നമ്മൾ അബാക്കസ് പഠിക്കുന്നത്? മാത്സ് എളുപ്പമാവാൻ വേണ്ടിട്ട് അല്ലെ? മാത്സിന്റെ സ്കില്ല് ഡെവലപ്പ് ആവുക മാത്രമല്ല, ഓൾ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് വരും. അബാക്കസ് പഠിക്കുന്ന അബാക്കസ് ടൂളിലൂടെ നമ്മൾ ചെയ്യുന്നതിലൂടെയും അതുപോലെ മെന്റൽ മാത്സ് പഠിക്കുന്നതിലൂടെയും നമ്മുടെ മാത്സിന്റെ സ്കില്ല് ഡെവലപ്പ്. അത് മാത്രമല്ല, എന്ത് ചെയ്യും? നമ്മുടെ കോൺസെൻട്രേഷൻ ബെറ്റർ ആവും, സ്പീഡ് കൂടും, ടൈം മാനേജ് ചെയ്യാൻ പഠിക്കും. അതൊക്കെ വേണ്ടേ നമുക്ക്? അതുപോലെ നമ്മുടെ ടീച്ചിങ് സ്കില്ല് ഡെവലപ്പ് ആവും, പെർഫോമൻസ് സ്കില്ല് ഡെവലപ്പ് ആവും, സെൽഫ് കോൺഫിഡൻസ് ബെറ്റർ ആവും. സെൽഫ് കോൺഫിഡൻസ് എന്താണ്? ആത്മവിശ്വാസം അല്ലേ? ആത്മവിശ്വാസം, നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ധൈര്യം, ആ ഒരു വിശ്വാസമൊക്കെ നമുക്ക് കൂടും. അതിലൂടെ നമ്മുടെ കോൺഫിഡൻസ് ബെറ്റർ ആവുന്നതോടെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യാനും നന്നായി പഠിക്കുവാനും ലക്ഷ്യസ്ഥാനത്തേക്ക് ചേരുവാനും സാധിക്കും. ഇല്ലേ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമില്ലേ? ഭാവിയിൽ എന്തായി തീരണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചു വെച്ചിട്ടില്ലേ?
എല്ലാവർക്കും ഒരു ലക്ഷ്യം ഉണ്ടാവണം. അവിടെ എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും വേണം? പ്രയത്നിക്കുകയും വേണം. അങ്ങനെ പ്രയത്നിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കുറച്ച് കോൺസെൻട്രേഷൻ വേണം, സെൽഫ് കോൺഫിഡൻസും വേണം, ഇല്ലേ? വേണ്ടേ? അപ്പൊ ഇതെല്ലാം ഏതിലൂടെ സാധിക്കും? അബാക്കസ് പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടും. ഉറപ്പാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഒരൊറ്റ ദിവസത്തെ ക്ലാസ് ആണ് നമ്മൾ കഴിഞ്ഞത്. ഇതൊരു ക്യാമ്പ് ആയിരുന്നു. ഇനി നിങ്ങൾ പുറത്ത് കൊണ്ടുപോയി 1-2 ആക്ടിവിറ്റി കൂടി നമ്മൾ ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ ക്ലാസ് ഫിനിഷ് ചെയ്യും. അതിനു മുന്നേ ഇതുവരെ നമ്മൾ ചെയ്തതിൽ വെച്ച് നിങ്ങൾക്ക് ആരെങ്കിലും ഗേൾസിൽ നിന്നും ബോയ്സിൽ നിന്നും ഒരു 2 പേര് വെച്ച് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. നിങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? സ്റ്റുഡന്റ് ഒരാൾക്ക് ഇവിടെ വന്ന് പഠിപ്പിക്കും. അതുണ്ട്. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അബാക്കസ് ആണ്. നമുക്ക് അബാക്കസ് ഇങ്ങനെ ചെയ്യാന്ന് പഠിക്കാം. Add 1, add 2, add 1. ആൻസർ എത്രയാ? minus 1, -3, -2, 1. എന്റെ പേര് വൈകാന. ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ക്ലാസ്സിലായിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും കുറെ കളികളും പഠിപ്പിച്ചു. കളികളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഒരു ബോറും ഇല്ലായിരുന്നു. വരാൻ നേരത്തെ വിചാരിക്കുന്നത് ഭയങ്കര ബോറായിരിക്കും. ഇപ്പൊ ഇൻട്രസ്റ്റ് ആയിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. ഒരുപാട് ടീച്ചേഴ്സൊക്കെ പഠിപ്പിച്ചായിരുന്നു. ഏറ്റവും നല്ല ക്ലാസ് ആയിരുന്നു. എന്റെ പേര് കൃഷ്ണപ്രിയ. ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ വന്നപ്പോഴത്തേക്കും എല്ലാ ടീച്ചർമാരും വന്നപ്പോഴത്തേക്കും നല്ല ക്ലാസ് ആയിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ വന്നിരുന്നപ്പോഴത്തേക്കും അതിനേക്കാൾ നല്ല ക്ലാസ് ആയിരുന്നു. എല്ലാ ടീച്ചർമാരും കുറെ ഗെയിമൊക്കെ കളിപ്പിച്ചു. പിന്നെ അബാക്കസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു തന്നു. പിന്നെ അതൊക്കെ പറഞ്ഞു തന്നതുകൊണ്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും നന്നായി നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ സാധിച്ചു. അതുകൊണ്ട് ITS അബാക്കസ് ടീമിലെ എല്ലാ ടീച്ചേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു. എന്റെ പേര് രാബിയത്ത് ലഹരിയ. ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ക്ലാസ് ഒക്കെ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. എല്ലാ ടീച്ചേഴ്സും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എല്ലാ കാര്യങ്ങളും നല്ലപോലെ മനസ്സിലാക്കി പഠിപ്പിച്ചു. എന്റെ പേര് ആദ്യ. ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. ഉപകാരപ്പെട്ട ക്ലാസ് ആയിരുന്നു. പരസ്പരം ഇരിക്കരുത്. അതിനാണ് ഇതുവഴിയേ ഓടാവും. പെൺകുട്ടികളോ ഇതുവഴിയേ ഓടാവും. ഓക്കെ, ഗേൾസ് ഇതുവഴി വേണം ഓടാൻ. അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം ഇരിക്കും. അത് പാടില്ല. ഇതുവഴി വരണം, ഇതുവഴി വരണം. നിങ്ങളുടെ ഫാസ്റ്റ്നെസ് ഇപ്പൊ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം. റെഡി അല്ലേ? റെഡി? റെഡി? 1, 2, 3 സ്റ്റാർട്ട്. Go.
ഔട്ട് ഔട്ട്. നമ്മുടെ വിന്നർ ഇതാണ്. പേര് ആദ്യത്തിലെ